ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഓരോരുത്തരും നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പിനകത്ത് പല ഗ്രൂപ്പുകളുടെയും മെമ്പറായിരിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്തുള്ള എല്ലാ മെമ്പേഴ്സൊന്നും നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ആൾക്കാരാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഗ്രൂപ്പിനകത്ത് ആരൊക്കെ നമ്മളുടെ സെൽഫായിട്ടുള്ള പ്രൊഫൈൽ എടുത്ത് നോക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമെങ്കിലോ? വളരെ നല്ലൊരു മെത്തേഡല്ലേ? അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളുടെ ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ റീസെൻ്റായിട്ട് വാട്സപ്പിനുള്ളിൽ പല ഗ്രൂപ്പുകളിലും പല പേഴ്സണൽ ചാറ്റിലൂടെയും ഒക്കെ ഫോർവേഡ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു മെസ്സേജിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് വരുന്നത്. ആ മെസ്സേജിനകത്ത് പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ മറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ടുണ്ടോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് എടുക്കുക. അതിനുശേഷം മുകൾ വശത്തായിട്ട് കാണുന്ന 3 ഡോട്ടിൽ സെലക്ട് ചെയ്യുക. അതിനകത്ത് മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിന് അതിനകത്ത് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഇതിൽ 2 തവണ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫായിട്ടുള്ള പ്രൊഫൈൽ നോക്കിയിട്ടുള്ള ആൾക്കാരുടെ എല്ലാം പ്രൊഫൈൽ ലിസ്റ്റ് ചെയ്ത് വരും എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ നമ്മൾ വാട്സപ്പിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്കൊരു റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. യൂട്യൂബ് ടിപ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ആരൊക്കെ എൻ്റെ പ്രൊഫൈൽ കണ്ടു എന്ന് എനിക്ക് മനസ്സിലാക്കണം. അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഈ 3 ഡോട്ടിൽ സെലക്ട് ചെയ്യുന്നു. മോർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പം ഇവിടുത്തെ അപകടം നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് കറക്റ്റായിട്ട് വായിച്ചു നോക്കാം. ദ മോസ്റ്റ് റീസെൻറ്റ് മെസ്സേജസ് ഫ്രം ദിസ് ഗ്രൂപ്പ് വിൽ ബി ഫോർവേഡ് ടു വാട്സപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഇതൊരു കംപ്ലൈൻറ്റ് മോഡിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന എക്സിറ്റ് ഗ്രൂപ്പ് ആൻഡ് ഡിലീറ്റ് ചാറ്റ് ടിക്ക് മാർക്ക് ഇട്ടിട്ട് താഴെ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താകുകയും ചെയ്യും. ഈ ഒരു ഗ്രൂപ്പ് പ്രശ്നമുള്ള ഒരു ഗ്രൂപ്പാണെന്ന് വാട്സപ്പിന് മെസ്സേജ് പോവുകയും ചെയ്യും. ഇത്തരത്തിൽ നിങ്ങളുടെ ഫോണിനകത്ത് കിടക്കുന്ന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫ്രണ്ട്സ്, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഗ്രൂപ്പുകൾ, ഫാമിലി ഗ്രൂപ്പുകൾ, ഇതിനകത്തൊക്കെ കയറി നിങ്ങൾ ഈ ഒരു പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിന് ഇത് റിപ്പോർട്ട് ചെയ്യും. അതായത് ഈ ഗ്രൂപ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് വാട്സപ്പ് ഈ ഗ്രൂപ്പിനെ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് നമ്മൾ മറ്റൊരാളെ യാതൊരു കാരണവുമില്ലാതെ ഉപദ്രവിക്കുന്നതിനാണൊരു കാരണമാകുന്നത്. അപ്പോൾ ഇത് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് സംഭവിച്ച കാര്യം, റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോവുകയും ചെയ്യും. വാട്സപ്പിന് ഇത് റിപ്പോർട്ടാകപ്പെടുകയും ചെയ്യും. അല്ലാതെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിനകത്തുള്ള ഒരു മനുഷ്യരുടെയും യാതൊരു രീതിയിലുള്ള ഡീറ്റെയിൽസ്, നിങ്ങളെ ആരാണ് നോക്കിയെന്നൊന്നും കാണാനായിട്ട് കഴിയത്തില്ല. ആരും ഇതുപോലെയുള്ള വ്യാജ സന്ദേശങ്ങളിൽ പോയി പെടാതിരിക്കുക. ഇനി എന്തിനാണ് ഈ ഒരു റിപ്പോർട്ട് ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ വാട്സപ്പ് പേഴ്സണൽ ചാറ്റിലോ ഒക്കെയോ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യമില്ലാത്ത വിഷയങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ പറയുന്ന ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ വാട്സപ്പിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ആ ഒരു റിപ്പോർട്ട് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ പറയുന്ന ഗ്രൂപ്പോ അല്ലെങ്കിൽ ആ പറയുന്ന പേഴ്സണൽ അക്കൗണ്ടൊക്കെ വാട്സപ്പിൻ്റെ നിരീക്ഷണത്തിലാകും. ആ ഒരു അക്കൗണ്ടിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ കൂട്ടമായിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പിലുള്ള വ്യക്തികൾ ചെയ്യുന്നതെന്നൊക്കെ വാട്സപ്പ് നിരീക്ഷിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ വരുന്ന ഫോർവേഡ് മെസ്സേജുകളൊന്നും വിശ്വസിക്കാതിരിക്കുക. അത് അപ്പം തന്നെ കയറി ചെയ്യാതിരിക്കുക. ഒത്തിരി പേര് കയറി ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആകാംക്ഷയാണല്ലോ, നമ്മളുടേത് ആരൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ അറിയാനായിട്ട്. ഒത്തിരി പേര് കയറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന ഗൂഗിളിനകത്തോ യൂട്യൂബ് ചാനലിലോ ഒക്കെ പോയിട്ട് നിങ്ങൾ വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ഫോർവേഡ് മെസ്സേജുകളിൽ ഒരു 90% ഫേക്കാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തുമാത്രം ഫേക്ക് മെസ്സേജസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ ഇതിനകം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കൾക്കും എത്തിച്ചു കൊടുക്കുക. കമൻറ്റ് ചെയ്ത് നിങ്ങളും ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് ഇതുപോലുള്ള വീഡിയോസ് എല്ലാം ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലും കൂടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.